iQOO 11S ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് ഈ മാസം 4-ാം തീയതി ആയിരിക്കും ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കുറച്ചധികം ഡിഫറൻസും കാര്യങ്ങളും ഈ ഒരു എസ് മോഡലിൽ വരാൻ പോകുന്നുണ്ട്. iQOO 11S വരാൻ പോകുന്നുണ്ട്. iQOO 11 വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു 11S വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് മോഡലും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ ക്യാമറ സെൻസറിൽ മാറ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ചാർജിങ് കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളാണ് ഈ ഒരു iQOO 11S വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുമോ വാങ്ങില്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു മോഡലിൽ നമുക്ക് ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 3 ടൈപ്പായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആയിരിക്കും വരുന്നത്. അതായത് 3 കളർ വേരിയൻ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്കിനകത്ത് ഗ്ലാസും പിന്നെ സിലിക്കോണും ലെതറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിരിക്കും ബാക്ക് സൈഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഡിസൈൻ പാറ്റേൺ വരുന്നത്. പിന്നെ ഈ ഒരു 3 കളർ വേരിയൻറ്റും കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കിനകത്ത് E6-ൻ്റെ അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും വരുന്നത്. അതായത് 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് E6 അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്കിനകത്ത് 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ചിപ്സെറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും വരുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല, അത് കൺഫേം ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിനകത്ത് 3 സ്റ്റോറേജ് വേരിയൻറ്റും അതുപോലെ 2 റാം വേരിയൻ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് നമുക്ക് 12 GB റാം വേരിയൻറ്റും പിന്നെ നമുക്ക് 16 GB റാം വേരിയൻറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 256 GB സ്റ്റോറേജ് വേരിയൻറ്റും പിന്നെ നമുക്ക് 512 GB സ്റ്റോറേജ് വേരിയൻറ്റും പിന്നെ 1 TB സ്റ്റോറേജ് വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റോറേജ് വേരിയൻറ്റും 2 റാം വേരിയൻ്റ് ആയിരിക്കും വരുന്നത്. അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. ഈ ഒരു മോഡലിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ LPDDR5Xൻ്റെ റാമും അതുപോലെ UFS 4.0ൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റും കാര്യങ്ങളായിരിക്കും വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസും കാര്യങ്ങളാണ്. അതായത് 5000 വെച്ച് ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമുക്ക് 200 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കിനകത്ത് 50 MBൻ്റെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. അത് മാത്രമല്ല നമുക്കിനകത്ത് സോണീൻ്റെ സെൻസറും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ iQOO 11 സാംസങ്ങിൻ്റെ സെൻസറായിരുന്നു വന്നിരുന്നത്. ഈ ഒരു മോഡലിൽ സോണീൻ്റെ സെൻസറാണ് വരുന്നത്. അതായത് സോണി IMX866 എന്ന് പറയുന്ന സെൻസറും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു മെയിൻ ക്യാമറയിൽ OIS സപ്പോർട്ടറായുള്ള ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ നമുക്കിനകത്ത് 30 MP ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് അപ് ടു 8K വരെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2 മെയിൻ കാര്യങ്ങളാണ് ഇതിൽ ചേഞ്ച് ആയിരിക്കുന്നത്. അതായത് ക്യാമറയുടെ സെൻസറും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിനകത്ത് 200 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും കാര്യങ്ങളും വരുന്നത്. വലിയ മാറ്റമായിട്ടൊന്നുമില്ല, കാരണം വെച്ചാൽ ബാറ്ററിയിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ 200 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ക്യാമറയിൽ സെൻസറും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അത്രയാണ് ബേസിക് ആയിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അതായത് iQOO 11 iQOO 11S വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു 3 കാര്യങ്ങളാണ് മാറ്റി നിർത്തുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു സ്ക്രീൻ സൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺ ഒക്കെ അത് തന്നെയായിരിക്കും. വലിയ ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാവില്ല. കളർ വേരിയൻറ്റ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ല. ചിലപ്പം വരാൻ ചാൻസ് ഉണ്ടാവും, ചിലപ്പം വരില്ലായിരിക്കും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലായിരിക്കും ഈ ഒരു മോഡൽ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ചാൻസും കാര്യങ്ങളും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു മോഡലിനെ കുറിച്ച് കൺഫേം ആയിട്ട് അറിയിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക, നിങ്ങൾ ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വാങ്ങുമില്ലോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.